നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബയേൺ മ്യൂണിക്ക് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി. ഇന്നലെ ഇന്റർ മിലാനുമായിട്ട് 2-2 സമനില, അഗ്രിഗേറ്റ് 4-3 തോറ്റവർ പുറത്തായി. ആ തോൽവിയിലേക്ക് അവർ പോകുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും പലതരത്തിൽ റിയാക്ഷൻ ഉണ്ടാവും. എന്നാൽ ഇന്നലെ ബയേണിൻ്റെ ഒരു താരം ചെയ്ത ചെയ്ത്ത് അത് ബോൾ ബോയിയോട്, തോറ്റതിൻ്റെ അരിശം ബോൾ ബോയിയോടോ എന്നാണ് ചോദ്യം. ഇത് ചെയ്തിരിക്കുന്നത് ജോസഫ് സ്റ്റാനിസിച്ചാണ്. അദ്ദേഹം ആ ബോൾ വളരെ പെട്ടെന്ന് എടുത്തുകൊണ്ട് കളി പുനരാരംഭിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ അദ്ദേഹം അടുത്ത് വരുമ്പോൾ സ്റ്റൂളിലിരുന്ന ബോൾ ബോൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ബോൾ ബോയിയെ തള്ളി താഴെയിട്ടു. ഇത് വലിയ രൂപത്തിൽ ചർച്ചയായിട്ട് മാറി. ഇത് ചെയ്യാൻ പാടില്ല എന്ന തരത്തിൽ വിവാദമായിട്ട് മാറിയിരിക്കുകയാണ്. തോറ്റാൽ അത് അംഗീകരിക്കണം. പക്ഷേ അത് ബോൾ ബോയിയോട് തീർക്കുന്നത് ശരിയല്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു വിശദീകരണം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇതിലിവിടെ സംഭവിച്ച സ്വാഭാവികമായിട്ടും ഒരു ടൈം വേസ്റ്റിംഗ് പരിപാടി ബോൾ ബോയ് കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ട് അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഹോം ടീമിന് അഡ്വാൻറ്റേജ് ആണല്ലോ ഈ ബോൾ ബോയ്സ് പലപ്പോഴും ബോൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നു, കൊടുക്കാൻ വൈകിക്കുന്നതും ഒക്കെ ആയിട്ട് സംഭവിക്കാറുള്ളത്. അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സ്റ്റാനിസിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്തിന് ബോൾ ബോയ് താൻ പുഷ് ചെയ്തു എന്നുള്ളത്. എല്ലാ ടീമും ഇങ്ങനെ ചെയ്യാറുള്ളതാണ്. ഈ ഒരു ടൈം വേസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ വിജയിക്കുമ്പോൾ എല്ലാ ടീമുകളും ഇങ്ങനെ ചെയ്യും. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് ബോൾ ബോയിയെ പുഷ് ചെയ്തു എന്നുള്ളത് ഒരു സ്റ്റുപ്പിഡായിട്ടുള്ള ആക്ടിവിറ്റിയാണ് എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു, സമ്മതിക്കുന്നു, തെറ്റുപറ്റി എന്നാണ് സ്റ്റാനിസിച്ച് പറയുന്നത്. അപ്പോൾ വിവാദം അവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.